നല്ല മഴയുള്ള ഒരു ദിവസം, അതായത് നമ്മളെ കളക്ടർ ലീവ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല, ഒരു ശനി ഞായർ തിങ്കൾ, ആ തിങ്കളാഴ്ച എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാത്തതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതാ ഇറയത്ത് ഇങ്ങനെ ഇരിക്കലാന്ന് കേട്ടോ. ചായയും കടിയെല്ലാം ആയിട്ട് ഇങ്ങനെ ഇറയത്ത് വന്ന് മഴയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നതാണേ. ഇപ്പോൾ രാവിലെ ചായയും കടിയായി, ചോറായി, കറിയായി. ചോറും ഉണക്കച്ചെമ്മീൻ കറിയായി കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സലാഡ് പോലെ അങ്ങനെ എന്തെങ്കിലും ആക്കാനാണ് വിചാരിക്കുന്നു ഉച്ചക്ക്. അപ്പം ഇങ്ങനെ മഴയെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇറയത്തിരിക്കലാന്ന് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഇതേ മഴ തന്നെയാണെങ്കിൽ നമുക്ക് വെള്ളം കയറും കേട്ടോ. തോട്ടിൽ വെള്ളം നിറഞ്ഞു എന്ന് പറയുന്നത് കേട്ടില്ലേ. ഇപ്പോൾ ഇളയപ്പം അന്നേരം പറയുന്നുണ്ടായിരുന്നു തോട്ടിൽ വെള്ളം നിറഞ്ഞു. അപ്പം ഇതേപോലെ നിൽക്കാത്ത മഴ തന്നെയാണെങ്കിൽ നമുക്ക് വെള്ളം കയറും. അപ്പോൾ ഇപ്പോൾ റോഡുമേലെല്ലാം വെള്ളമാണ്. പിന്നെ നമുക്കിത് മടപ്പുരക്കിലും എല്ലാം വെള്ളം കയറും കേട്ടോ. അപ്പോൾ വെള്ളം കയറാണ്ടിരിക്കട്ടെ. കയറിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളം കയറാണ്ടിരിക്കട്ടെ. മഴ ഇടയ്ക്കിടയ്ക്കൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും വെള്ളം കയറും. ഇപ്പം എന്തായാലും മഴ കാണിച്ചു തരാം കേട്ടോ. റോഡെല്ലാം ഫുള്ള് ചളിയും വെള്ളമാണ് കേട്ടോ. നമുക്ക് അങ്ങ് അമ്പലത്തിൻ്റെ ഇപ്പുറത്തുനിന്നേ വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഇതാ ഇങ്ങോട്ടേക്കാണേ വരുക. എന്നിട്ട് ലാസ്റ്റ് കണ്ട നമ്മളെ മടപ്പുരേൻ്റെ അവിടെ പോയിട്ടാണ് വെള്ളം നിൽക്കുന്നത്. ഒരേ മഴ തന്നെയാണെങ്കിൽ നമ്മളെ മടപ്പുരക്കിലും വെള്ളം കയറും കേട്ടോ. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ ദേവുവിനും നന്ദുവിനും പിന്നെ അപ്പുറത്തേക്ക് ഏട്ടത്തിമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ആവേശമാണ് കേട്ടോ. ഈ മഴയത്ത് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കോട്ടലിലിട്ടിട്ട് അവിടെ വല്യമ്മയുടെ അടുത്ത് പോയിട്ട് വന്നു. ഇപ്പം വീണ്ടും ഇതാ കോട്ടലിലിട്ടിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണേ. അപ്പം ഞാൻ പറഞ്ഞു നല്ല മഴയാണ്, എന്തായാലും ഇപ്പം പോകണ്ട. പിന്നെ അന്ന് കുട്ടാപ്പിനെയും മാളുവിനെയും സ്കൂളിൽ ചേർക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടാപ്പിക്ക് കുറുമാത്തൂർ സ്കൂളിലും മാളുവിന് ചുഴലി സ്കൂളിലുമാണ് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ കുട്ടാപ്പിനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തിയമ്മ പിന്നെ പോവും, മാളുവിനെ ചേർക്കാൻ ഞാനും പോവും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് മക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ ജിമ്മിന് പോയി കഴിഞ്ഞിട്ട് ഇതേ കൂടി പിന്നെ മാളുവിനെ ചേർക്കാൻ സ്കൂളിലും പോയിട്ടാകുമ്പം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രണ്ടാളും. പക്ഷേ ചെറുങ്ങനെ മഴയില്ലതുകൊണ്ട് ഞാൻ വിട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ റെഡി ആയിട്ട് ഇതാ ജിമ്മിന് പോവാനേ. പോകുന്ന സമയത്തും നല്ല മഴയുണ്ടായിനെ. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇട്ട ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിന്. കുടയെടുത്താലും എന്തായാലും നല്ല മഴയായിരുന്നു. അപ്പം നനയുമല്ല. അപ്പോൾ ഇത് റോഡെല്ലാം ഫുള്ള് വെള്ളം തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. മഴയായാലും നമ്മൾ ജിം ഒഴിവാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ കുടയെല്ലാം ചൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുവാന്ന് കേട്ടോ. ഞാൻ എന്തോ പറയുന്നുണ്ട് ഭയങ്കര മഴയാണ് ജിമ്മിൽ പോവാന്നെന്നെല്ലാം പറയുന്നുണ്ട്. ജിമ്മിൽ പോയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാനത് മറന്നുപോയി. പിന്നെ വേഗം ജിമ്മിൽ നിന്ന് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെ സ്കൂളിലേക്ക് പോയി. അപ്പോഴത്തേക്കും ആളും വന്നിട്ടുണ്ടായിനെ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ട് അവർ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പം വന്ന് പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ ഞാൻ നേരെ ഇതാ പയ്യന്നൂരേക്ക് പോവാണ്. ഞാനും ദേവും നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടതുപോലെ പെട്ടെന്നൊന്ന് പയ്യന്നൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളില്ലതുകൊണ്ട് നന്ദുവിനെ കൂട്ടിയിട്ടില്ല. പിന്നെ ദേവുവിനെ കൂട്ടി. ദേവു പിന്നെ ഞാനില്ലാണ്ട് നിൽക്കൂലല്ലോ. അങ്ങനെ ഇതാ അച്ഛനെയും മോളെയും വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അപ്പുറത്ത് എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു അപ്പുറം വല്യമ്മേൻ്റെ അടുത്തേക്ക് പോകും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പോകുന്നു. അപ്പം നമ്മളെ കൂടെ ഇളയമേൻ്റെ മോളും ഉണ്ട് കേട്ടോ പയ്യന്നൂർ വരെ. അപ്പോൾ ഇളയമേൻ്റെ മോൻ മനോജേട്ടൻ വന്നിട്ടുണ്ടായിനെ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ മനോജേട്ടൻ തളിപ്പറമ്പ് വരെ കാറിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് ഒരു 3:30 എല്ലാം ആകുമ്പം പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഇളയമേരെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ മനോജേട്ടൻ നമ്മളെ കാറിൽ തളിപ്പറമ്പിലേക്ക് കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ കയറി അവിടെ നിന്ന് വിടലും പിന്നെ ഭയങ്കര മഴയായിരുന്നേ. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി. ഇനി ബസ്സിലെല്ലാം കയറുമ്പോൾ അതുപോലത്തെ മഴയാണെങ്കിൽ ആകെ പെടൂലേ. എന്തോ ഭാഗ്യത്തിന് ബസ്സിൽ കയറുമ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ പയ്യന്നൂരെത്തി. പിന്നെ അറിയാമല്ലോ പയ്യന്നൂർ എത്തിക്കഴിഞ്ഞാൽ അച്ഛനെ കാണാണ്ട് പോകാൻ പാടില്ലല്ലോ. അങ്ങനെ അച്ഛൻ്റെ പീടികയിൽ വന്നേരം അച്ഛൻ എന്തോ തിരക്കിലായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു എനക്ക് സമയമില്ല മോളെ, പിന്നെ പൈസ തരാമെന്നും പറഞ്ഞിട്ട് അച്ഛൻ ദേവുട്ടിക്ക് പൈസ കൊടുത്തിട്ട് ദേവുട്ടീൻ്റെ സ്ഥിരം സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, മിൽമയിലേക്ക്. മിൽമയിൽ പോയിട്ട് ഇതാ ഒരു 10 റുപ്യേൻ്റെ ഫ്രൂട്ടിയും ഒരു സമൂസയും കഴിച്ചു. ദേവുട്ടിക്ക് സമാധാനമായി. പിന്നെ നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. അപ്പോൾ ഓട്ടോ കയറി പോവാണ്. അന്നേരം മഴയുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഓട്ടോ കയറിയ സമയത്ത് എന്നോട് ആ ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പോനെ അങ്ങോട്ടേക്ക് വെള്ളമുണ്ടോ റോഡുമ്മൽ, പിന്നെ ഗോഡൗണിൻ്റെ അങ്ങോട്ട് വെള്ളമുണ്ട് എന്ന് പറയുന്നത് കേട്ടിനല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ അറിയില്ല കേട്ടോ, ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല, വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഓട്ടോയും വിളിച്ച് പോവാണ്. അപ്പോൾ ഏകദേശം നമ്മളെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അടുത്ത ഗ്രൗണ്ട് ഫുള്ള് ഇതാ വെള്ളമാണ് കേട്ടോ.
പിന്നെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് റോഡ് ഫുള്ള് വെള്ളമാണ്. പിന്നെ ഫുള്ള് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ട അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. എന്നിട്ട് ദേവൂട്ടി എന്നോട് ചോദിക്കുന്നു, അമ്മ ഇതെന്നാ തോടാണോ? ഞാൻ പറഞ്ഞ അല്ല മോളെ, ഇത് തോടല്ല, ഇത് റോഡാണ് എന്ന്. പക്ഷേ ഓക്കത് കണ്ടിട്ട് തോടാണ് എന്നാട്ടാ ഫീൽ ചെയ്തത്. കാരണം അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏട്ടൻ എന്നോട് ചോദിച്ചു തന്നിട്ടാ. പക്ഷെ എനക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ വെള്ളം ഉണ്ട് എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇത്രയും വെള്ളം കയറുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടാ. എന്തായാലും എന്നെ അവിടെ എത്തിച്ചു തന്നു. അങ്ങനെ ഞാനിതാ ഓട്ടോ ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും വെള്ളം തന്നെയാണ് കേട്ടോ. ഫുള്ള് കണ്ടത്തിലെല്ലാം ഫുള്ള് വെള്ളം കയറിയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോഴത്തേക്ക് ഓട്ടോ വരുന്നത് കണ്ടിട്ട് അനു അങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓള് പിന്നെ വേഗം വന്നിട്ട് ദേവൂനി എടുത്തു. വെള്ളത്തിലേ നടക്കണ്ടെന്നും പറഞ്ഞിട്ട് വേഗം ഓള് ഓടി വന്നിട്ട് ദേവൂനി എടുത്തിട്ട് പോയിട്ടുണ്ട്. ഫുള്ള് കണ്ടത്തിലും വളപ്പിലും എല്ലാം വെള്ളം തന്നെയാണ്. എല്ലായിടത്തും കുറച്ച് ദിവസം ഭയങ്കര വെള്ളം തന്നെയായിരുന്നു. നമ്മളിവിടെ ചുഴലിയിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കണ്ടാണ് കേട്ടോ. ഈ നമ്മൾ എന്താണ് നെല്ലിൻ്റെ കൃഷിയെല്ലാം ചെയ്യുന്നത് കണ്ടാണ് ഇതെല്ലാം. പക്ഷെ എന്താ തോട്ടിൽ വെള്ളം ഒഴുകുന്ന പോലെയാണ് ഇതിലെ കൂടിയെല്ലാം വെള്ളം ഒഴുകുന്നത്. അത്രയ്ക്ക് വെള്ളമുണ്ട്. അങ്ങനെ പിന്നെ നടന്ന് വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ ഇതന്നെ ഫുള്ള് ഞാൻ പണ്ടേ വരില്ല, നമുക്കങ്ങനെ വീട്ടിലേക്ക് റോഡൊന്നുമില്ല. ഈ ഒരു വളപ്പിലേക്ക് കൂടിയാണ് നടന്നു പോകേണ്ടത്. അപ്പോൾ ഫുള്ള് ഭയങ്കര ചളിയാണ് അതിലേക്ക് കൂടി കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ദിവസം നടന്നിട്ട് തന്നെ സത്യം പറഞ്ഞാൽ അതിലേക്ക് കൂടെ ഭയങ്കര ചളിയല്ലേ, വേഗം കാലെല്ലാം ചൊറിയും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പം ഡെയിലി നടക്കുന്ന ഇവരെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ വേറെ വഴിയില്ല നമുക്ക്, അതിലേക്ക് കൂടി തന്നെ നടക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ ഫുള്ളിങ്ങനെ വെള്ളമൊന്നും എങ്ങോട്ടേക്കും പോവാത്തത് കൊണ്ട് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് പിന്നെ ചളിയാണ് കേട്ടോ ഭയങ്കര. അപ്പം അതെല്ലാം പോട്ടെ. അങ്ങനെ ഇതാ നേരെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് ചുഴലിയിലേക്കെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോൺ ചെയ്തെല്ലാം പറഞ്ഞു. അങ്ങനെ പിന്നെ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ഇതാ എല്ലാവരും അറിയാൻ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവുവിൻ്റെ കയ്യിലെ സാധനം കണ്ട, അത് ഒരു ചീർപ്പിൻ്റെ വാലാണ്. അപ്പോൾ ചുഴലിന്ന് പ്രതിയായിട്ടൻ ചീർപ്പ് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ വാല് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഇവള് പാൻറ്റിൻ്റെ ഉള്ളിലെങ്ങാനും വെച്ചിട്ട് ചുഴലിന്ന് പയ്യന്നൂർ വരെ കൊണ്ടുവന്നു. ഞാൻ ഈടി എത്തിയിട്ട് ഇവള് പുറത്തെടുത്തേരാൻ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഓർഡർ പറഞ്ഞിട്ട് ചുഴലിയിലെ ചീപ്പല്ലേ ഇതെങ്ങനെ ഈടി എത്തിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് കാണിച്ചു തന്നതാണ്, പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ദേവൂട്ടി. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ചക്കപ്പരിപാടിയിലായിരുന്നു കേട്ടോ. അമ്മക്കാരോ ചക്ക കൊടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ എല്ലാവരും അതെല്ലാം ഇങ്ങനെ പാങ്ങാക്കുവന്ന്. ആ പാങ്ങാക്കുക പറഞ്ഞാൽ ചക്ക വൃത്തിയാക്കില്ലേ, നമ്മൾ പാങ്ങാക്കുവന്ന് പറയും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിക്കലും പറയലായിട്ട് ഇരിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്കച്ചുളയിലെടുത്ത് തിന്നുന്നുണ്ട്. ചോറെല്ലാം തിന്നിട്ട് വന്നിന് വിശപ്പൊന്നുമില്ല. എന്നാലും നമ്മൾ ചക്ക വാങ്ങാക്കുമ്പോൾ ആദ്യത്തെ ചക്കച്ചുള എന്തായാലും നമ്മളെ വയറ്റിലേക്കാണ് പോവുക അല്ലേ, വായിലേക്കാണ് പോവുക. അതെല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഇത് അങ്ങനെ മൂത്ത ചക്കയൊന്നുമല്ല കേട്ടോ, ചള്ള് ചക്കയാണ്. അതുകൊണ്ട് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വെള്ളച്ചക്ക. അങ്ങനെ പിന്നെ അവരെന്തായാലും അത് അവിടെ നിന്ന് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വന്ന വിശേഷങ്ങളെല്ലാം പറയലാണ് കേട്ടോ. ഞാൻ പറയുന്നപ്പോൾ അച്ഛൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിനെ, ബാക്കി എല്ലാവരും ഉണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനു ചായയെല്ലാം വെച്ചുകൊണ്ട് എത്തുന്നു, കട്ടൻ ചായ. കുടിക്കലില്ല, ഇത് പറഞ്ഞ് മടുത്ത കാര്യമാണ്. പക്ഷേ ഡയറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വീട്ടിൽ പോയി പറ്റും. അതെത്ര നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും വീട്ടിൽ പോയാലും നമ്മൾ കിട്ടുന്നതെല്ലാം എടുത്ത് തിന്നും അല്ലേ. അപ്പം ഞാൻ പോകുമ്പോൾ അരിയുണ്ട വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവൂട്ടി മിൽമയിൽ പോയിട്ടില്ലേ, പിന്നെ സമൂസ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിയുണ്ട് പിന്നെ അരിയുണ്ട, ഒരു പ്ലേറ്റിൽ 7 അരിയുണ്ടുണ്ട്. അപ്പോൾ ആ 7 അരിയുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വാങ്ങി. എന്നിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് 7 ആളെ ഉണ്ടാവുകയും ചെയ്തതിന്. അങ്ങനെ പിന്നെ ചായയെല്ലാം കുടിച്ച് കുറേ സമയം വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ ഏച്ചി ഇതാ കോട്ടലെടുത്ത് ടാറ്റയെല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞാനിതുവരെ എൻ്റെ ബാഗ് പോലും അകത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. വന്ന് ഇരുത്തം തന്നെയാണ് ഏറെത്തിയിരിക്കുന്നത്. അപ്പോൾ ഏച്ചി പോകുന്നത് വേറെ എടുത്തേക്കുമല്ല, ദേവൂട്ടി വന്നത് പ്രമാണിച്ചിട്ട് ചിക്കൻ വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ. ദേവൂട്ടി നന്ദൂട്ടി നമ്മളെ പോയി കഴിഞ്ഞാൽ എന്തായാലും അച്ഛൻ ലേശം ചിക്കൻ വാങ്ങും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം തന്നെ തിരിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അവരടുത്ത ദിവസം വാങ്ങാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോകണം. അപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു കാര്യമുള്ളതുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തിനാണ് വന്നത് എന്നെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ പിന്നെയും അറിയാൻ തന്നെ ഇരുന്നു കേട്ടോ. ഇങ്ങനെ കണ്ടത്തിൽ കുറേ കൊക്കുകളെല്ലാം വന്നിട്ട്, ഈ പച്ചപ്പുല്ലിൽ കൊക്കുകൾ ഇങ്ങനെ വന്നിരിക്കുന്ന കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ അതെല്ലാം കണ്ടിരുന്ന് പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം മാറിയത് അകത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ദേവൂട്ടി കുളിച്ചിട്ട് ഇത് അപ്പൂട്ടൻ്റെ ഷർട്ടും ട്രൗസറും എല്ലാം എടുത്തിട്ടിട്ട് വന്നിട്ടുണ്ട്.
തണുപ്പിന് നല്ല ഡ്രസ്സല്ലേ, പിന്നെ ഫുൾ കൈ ഷർട്ടെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഡ്രസ്സ് മാറിയെന്നല്ല പറഞ്ഞ്, ഡ്രസ്സ് മാറിയിട്ടില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇതെങ്ങനെ കിടക്കലാണ്. നമുക്ക് വീട്ടിലെത്തുമ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അമ്മ ചക്ക വെക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിനി, പക്ഷേ മടി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനക്ക് കയ്യില്ല, ഞാൻ റെസ്റ്റ് എടുക്കാൻ വന്നെയാണ്. വെറുതെ എൻ്റെ ഊട്ടീനോട് എന്തെല്ലോ വർത്താനം പറയുന്നു കേട്ടാ. അമ്മമ്മ വിളക്കെല്ലാം കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൂട്ടനെന്തോ കളി കാണാനോ കുളിക്കലാന്ന് തോന്നുന്നു. ചേച്ചി അപ്പോഴത്തേക്ക് പീടിയെ പോയിട്ട് പിന്നെ ചിക്കനെല്ലാം വാങ്ങിയിട്ട് വന്നിട്ട് ഇതാ ദേവൂട്ടീനെ ഇരുന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കലാണ്. കുഞ്ഞുമ്പാവേ എന്നെല്ലാം പറഞ്ഞിട്ട് കൊഞ്ചിപ്പിക്കുമെന്ന്. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അമ്മ ഇതാ ചിക്കൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി പോലെ ഉണ്ടാക്കാമെന്നല്ലേ ചേച്ചി പറയുന്നുണ്ടായിനി. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കനെല്ലാം ഇടാൻ മസാലയെല്ലാം പുരട്ടി വെച്ച്, പിന്നെ അതിന് വേണ്ട ഉള്ളി പച്ചമുളക് ഐറ്റംസ് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ചില്ലി ചിക്കൻ ടൈപ്പിൽ വെക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് അതേകൂട്ടി മൈലാഞ്ചിയെല്ലാം വെച്ചിട്ട് വന്നിട്ടുണ്ട്. അനുവിനെ കൊണ്ട് കൈക്കും കാക്കും എല്ലാം മൈലാഞ്ചി വെച്ചിട്ടുണ്ട്. കാലിന് വെക്കണം എന്ന് പറഞ്ഞിട്ട് കാലിന് വരെ മൈലാഞ്ചി ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കാലിൻ്റെത് മായ്ച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ വൃത്തികേടായിരിക്കും, സ്കൂളിലെല്ലാം പോകുമ്പോൾ യൂണിഫോമെല്ലാം ഇടുമ്പോൾ, അതുകൊണ്ട് കളർ വരുന്നതിന് മുന്നേ വേഗം മായ്ച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് വേഗം പോയിട്ട് കളഞ്ഞു. കൈക്കത്തത് അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട്. സാധാരണ ദേവു വെച്ച് കഴിഞ്ഞപ്പാട് കൊണ്ടുപോയിട്ട് കഴുകിക്കളയേ, അതുകൊണ്ട് കളറൊന്നും വരലില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ലോണം കളർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാലിനും ഇതാ പെട്ടെന്ന് മായ്ച്ചിനെങ്കിൽ ചെറിയ രീതിയിലുള്ള കളറെല്ലാം ഉണ്ടായിന്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് ഇതാ ഓരോ സ്റ്റെപ്പായിട്ട് ചേച്ചി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചിക്കൻ ആദ്യം ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് വെച്ചത് കാണുമ്പോൾ ഒരു പീസ് തിന്നാനും തോന്നും, പക്ഷെ നമ്മൾ തിന്നാൻ പാടില്ല. അപ്പോൾ ഇതാ നല്ല ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം റെഡിയായതിന് ശേഷം ഏച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഗ്രേവി ലേശം തന്നിട്ടുണ്ട്. അപ്പോൾ അപ്പു പറഞ്ഞല്ലോ എന്തോ ഒരു സാധനം മിസ്സായിട്ടുണ്ട്, എന്തിൻ്റെയോ കുറവുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു നമ്മളെ പീടികയിൽ നിന്ന് വാങ്ങുന്ന പിന്നെ ചില്ലി ചിക്കൻ നല്ല റെഡ് കളറിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവലുണ്ടല്ലോ, ഇത് അതുപോലെ ഇല്ലല്ലോ എന്നല്ലാന്ന് കേട്ടോ അവൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പീടികയിൽ നിന്ന് ചില്ലി ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സോസെല്ലാം ഒഴിച്ചിട്ട് ആ ഒരു ടൈപ്പിലല്ലേ കിട്ടുക. ഇത് ആ ഒരു ടൈപ്പിലുള്ള ചില്ലി ചിക്കനൊന്നുമല്ല, പക്ഷേ ഒരു ചില്ലി ചിക്കൻ ടൈപ്പ് പോലെ തന്നെ, അധികം അങ്ങനെ ഗ്രേവി ഇല്ലാണ്ട് ഒരു വരട്ടിയ പോലത്തെ. അപ്പോൾ എന്നിട്ട് ചേച്ചി ഒരു പീസ് നമുക്ക് കഴിച്ച് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നേ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പീടികയിലെ പോലെ നമ്മൾ ക്യാപ്സിക്കം കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മളെ വീട്ടിലെ സാധാരണ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു ചില്ലി ചിക്കൻ. അങ്ങനെ ചിക്കൻ റെഡിയായിട്ട് ഏച്ചി പോയി. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമ്മളെ ചക്ക റെഡിയാക്കുകയാണ്. അപ്പോൾ ചക്ക അമ്മ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനതിൽ കുറച്ച് കടുകും ഉഴുന്നും വെളുത്തുള്ളിയും പിന്നെ മുളകും അതെല്ലാം ഇട്ടൊന്ന് വഴട്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് നമ്മളെ ചക്ക ഇട്ടുകൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ മറ്റേ അല്ലാണ്ട് കുഴക്കാൻ പറ്റുന്ന പോലത്തെ ചക്കയല്ല കേട്ടോ, എല്ലാം ചതച്ചെല്ലാം ഇട്ടിട്ട് വെക്കൂലേ നമ്മൾ, തേങ്ങയും എല്ലാം ചതച്ചിട്ട് വെച്ചിട്ട് നല്ല കുഴച്ചാക്കുന്ന ചക്കയില്ലേ, അങ്ങനത്തെ ചക്കയല്ല കേട്ടോ. ഇത് ചള്ള് ചക്ക ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അമ്മ മഞ്ഞൾപ്പൊടി ഇട്ടിനോ അതോ ഇനി ആ ചക്കേൻ്റെ കളറാണെന്ന് അറിയില്ല, കുറച്ചൊരു മഞ്ഞ കളറിലാണ് കേട്ടോ ഉണ്ടായത്. ഞാനാക്കുന്നെങ്കിലും മഞ്ഞൾപ്പൊടി ഇടൂല, ഞാൻ വെള്ളച്ചക്കാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ആക്കൽ. അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ രാത്രി നമുക്ക് ചക്കയും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ആക്കി വെച്ചു. അപ്പോൾ ഇതാ അച്ഛൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേവൂട്ടി ആദ്യം മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്തോ ചെയ്യുകയാണ്. അപ്പോൾ അച്ഛനെപ്പം വന്നു കഴിഞ്ഞാലും ദേവൂട്ടിനെ കണ്ടു കഴിഞ്ഞാലും അച്ഛൻ വെറുതെ ഇങ്ങനെ അഭിനയിക്കുക, അയ്യോ എൻ്റെ ദേവൂട്ടി എടുത്തു, ദേവൂട്ടിനെ കാണുന്നില്ലല്ലോ, ഞാൻ ദേവൂട്ടിക്ക് വേണ്ടി അത് കൊണ്ടുവന്നിനി ഇത് കൊണ്ടുവന്നിനി, ഇനി ആർക്കാ കൊടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നും ദേവൂട്ടി മൈൻഡ് ആക്കൂല. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ദേവൂട്ടി അച്ചച്ച ഇതല്ലേ ഞാൻ പറഞ്ഞിട്ട് ഓടിപ്പോകും കേട്ടാ. അങ്ങനെ ഇത് ഓടിപ്പോയി അച്ഛൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നത് അച്ഛൻ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊണ്ടുവന്നിന് ഇത് കൊണ്ടുവന്നിന്. അപ്പോൾ ദേവിൻ്റെ കാല് ചെറുതായിട്ട് മുറിഞ്ഞിനെ. എന്നിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ എനിക്ക് ബാൻഡേജ് കൊണ്ടുവരണമെന്ന്. അപ്പോൾ എങ്ങനെയാണ് മുറിഞ്ഞിനെന്ന് ചോദിച്ചാലും കാണിച്ചു കൊടുക്കാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ എല്ലായിടത്തും നോക്കിയാലും തുണി കാണും, അതാരും ഒന്നും വിചാരിക്കണ്ട. മഴക്കാലം ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, ഏടി ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിലും ആടെയെല്ലാം നമ്മൾ തുണി കൊണ്ടിടും അല്ലേ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് എല്ലാ വീട്ടിലും, എൻ്റെ വീട്ടിലടക്കം, ആ വീട്ടിലായാലും ഇവിടുത്തെ വീട്ടിലായാലും നമ്മളിപ്പോൾ കിടക്കുന്ന റൂമിലായാലും ഫുള്ള് തുണി തന്നെയാണ് കേട്ടോ. ഈ മഴക്കാലത്ത് ഉണങ്ങി കിട്ടണ്ടേ, നമ്മൾ മെഷീനിലാറ്റി ഇട്ട് കഴിഞ്ഞാലും അതിനൊരു എന്താ പറയുക, നമ്മൾ കുളിപ്പ് മണം എന്ന് പറയും, ആ ഒരു ഉണങ്ങാത്തതിൻ്റെ ഒരു മണമില്ലേ,
ആ ഒരു മണവും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനെല്ലാം റൂമിൻ്റെ ഫാനിൻ്റെ താഴെയെല്ലാം കൊണ്ടിടലാണ്. അപ്പോൾ അച്ഛൻ വന്ന് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛൻ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അങ്ങനെ പിന്നെ പൊറോട്ടയും ചിക്കനും കഴിച്ചു എല്ലാവരും കൂടെ. പിന്നെ അതുകൊണ്ട് പിന്നെ ചക്ക എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും പൊറോട്ടയും ചിക്കനുമാണ് കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ എനക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിനെ. അപ്പോൾ നമ്മൾ അപ്പൂനിടാം. അപ്പു നമുക്ക് പിറ്റത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പു എന്നെയും കൂട്ടുമോയെന്ന് ചോദിച്ചിട്ട് ഓനിങ്ങനെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്കൂൾ ലീവാക്കിയിട്ടൊന്നും കൂട്ടൂല എന്നെല്ലാം ഓനോട് പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന് കേട്ടോ. അപ്പോൾ അതിനുമാണെങ്കിൽ ഇതാനക്ക് കിടക്കാനില്ലേ പായി വിരിച്ചിരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഹാളിൽ കിടന്നോളാം, റൂമിൽ അച്ഛനും അമ്മയും കിടന്നു എന്ന് പറഞ്ഞിട്ട് ഞാനും ദേവൂട്ടിയും അനുവും കൂടെ ഹാളിലാണ് കേട്ടോ രാത്രി കിടന്നത്. ദേവൂട്ടിയോട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാന്ന് കേട്ടോ. ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ടാവും. അതിലിടക്ക് പിന്നെ നന്ദൂരെല്ലാം മെസ്സേജ് അയച്ച് പിന്നെ പ്രതിയാടിനെല്ലാം വിളിച്ച് അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് അപ്പം ഞാനും ദേവൂട്ടി ഇങ്ങനെ ഓരോ കഥകളെല്ലാം പറഞ്ഞ് കിടക്കുവാന്ന്. ദേവൂട്ടി ഇതൊക്കെ കിടക്കുമ്പോൾ കണ്ണട ഞാൻ നേരത്തെ പറഞ്ഞ ചീർപ്പിൻ്റെ കഷ്ണം അതെല്ലാം കൈശം പിടിച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ എണീക്കുമ്പം അതെല്ലാം കൈമ തന്നെ കാണണം. അപ്പോൾ ഓരോരാളായിട്ട് ഇങ്ങനെ കിടക്കുന്ന എത്ര കേട്ടോ. അതിനും അതിൻ്റെ ഇടയിൽ എന്തോ റീൽസ് കണ്ടിട്ട് അമ്മമ്മക്ക് കാണിച്ചു കൊടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഉറങ്ങാൻ പോവാണ്. പിറ്റേ ദിവസം നേരത്തെ എണീക്കണം. ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് എണീക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ ബൈ പറയാൻ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഞാനും ദേവൂട്ടി ഉറങ്ങാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.